അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ആരുടെ തൃപ്തി എന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിച്ചു. അതിനെ സദഖ കൊടുത്തിട്ടാണ് റബ്ബിന്റെ തൃപ്തി നീ നേടിയത്. ഇനി വേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തിയാണല്ലോ. ഈ ലോകത്തിന്റെ നേതാവിന്റെ തൃപ്തി നിനക്ക് വേണോ? അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുമല്ലോ? നീ ചോദിക്കുമല്ലോ, എന്തിനാ ഉസ്താദ് മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും ഏത് വീടിന്റെ താമസം കേറല്ല പോയാലും എവിടെ പോയാലും യാസീൻ ഓതുന്നല്ലോ, എവിടെ പോയാലും യാസീൻ ഓതുന്നുണ്ടല്ലോ. എന്തിനാ ഇത് ഓതുന്നത്? ഇല്ലെങ്കിൽ ഇഖ്ലാസും ഫലക്കും നാസും എന്തിനാ ഓതുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തി നേടാനുള്ള എളുപ്പവഴി എന്തെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ, ഒരു യാസീൻ ഓതിയാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ത് വേണം? നീ ഒരു പുതിയ വീട് വെച്ചു. ഈ വീടിൻ്റെ അകത്ത് നിനക്ക് സന്തോഷവും സമാധാനവും ബറക്കത്തും വേണമെങ്കിൽ എന്ത് ചെയ്യണം? യാസീൻ ഓത്. ഒരു ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരു ഫാത്തിഹയും ആ ഇഖ്ലാസും ഫലക്കും നാസുവെങ്കിലും ഓത്. നീ ഓതിയ മുത്തി നബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഇപ്പം നമ്മൾ ചോദിക്കുന്നത് എന്തിനാ ഓതന? ഉസ്താദിന് പൈസ വാങ്ങാനല്ലേ? ഇതെവിടെ പോയാലും, മരിച്ച വീട്ടിൽ പോയാലും, കല്യാണ വീട്ടിൽ പോയാലും, പാലുകാച്ചി കിടക്കുന്ന വീട്ടിൽ പോയാലും, കുറ്റിയടിക്കുന്നിടത്ത് പോയാലും, പള്ളിപ്പറമ്പിൽ പോയാലും യാസീൻ. നിനക്ക് യാസീനിന്റെ ഗുണം അറിയാത്തോണ്ടാ. യാസീൻ യാസീൻ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുവോ? ഇത് ഓതുന്നത് എന്തിനു വേണ്ടിയാണോ അത് അള്ളാഹു അവന് കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കപ്പറ നബിയിന റസൂലുള്ളാഹി. എടാ, യാസീൻ ഓതുന്ന സമയത്ത് പടച്ചവന് എനിക്ക് നീ മക്കളെ തരണമെന്ന നിയ്യത്തോടു കൂടിയാണ് നീ ഓതുന്നതെങ്കിൽ മക്കളെ കിട്ടും. പൈസ കിട്ടണമെന്ന നിയ്യത്താണെങ്കിൽ യാസീൻ ഓതുന്ന ഒരു മനുഷ്യൻ എന്ത് നിയ്യത്തിലാണോ ഇത് ഓതുന്നത്, എന്ത് നിയ്യത്തിലാണോ നീ യാസീൻ ഓതുന്നത്, അത് ഓതാ പറഞ്ഞ കടയിൽ പോക യാസീൻ ഓതാ. തങ്ങന്മാര് പറയല്ലോ. ഞാൻ ഈ അടുത്തൊരു കാസർഗോഡ് ഒരു കടയിൽ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദെ കടയിൽ കച്ചവടമൊന്നുമില്ല. ഞാൻ പറഞ്ഞടാ ചങ്ങാതി, രാവിലെ കട തുറന്നേക്കുമ്പോൾ നീ യാസീൻ ഓത്. ഞാൻ ഓതാറുണ്ട് ഉസ്താദ് യാസീൻ, ഞാൻ ഓതാറുണ്ട് ഉസ്താദ് യാസീൻ. ഞാൻ ചോദിച്ചാൽ ആര് ഓതാറുണ്ട്? മൊബൈൽ ഓതാറുണ്ട്, ഓണാക്കി വെച്ചിരിക്കുക. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ യാസീൻ ഓത്. ഇനി യാസീൻ ഓതാൻ പറ്റുന്നില്ലെങ്കിലും നിന്റെ കടയ്ക്കകത്ത് പോകുമ്പോൾ, നിന്റെ വീടിനകത്ത് പോകുമ്പോൾ, എൻ്റെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നിനക്ക് നാശമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ടെന്നാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. അള്ളാന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. പള്ളി കരഞ്ഞ ആ നാട് നശിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. എങ്ങനെ പ്രസിഡന്റ് നിസ്കരിക്കാനൊക്കെ ഉണ്ടോ? പ്രസിഡന്റും ചിരിച്ചു. അതിനകത്ത് എല്ലാ അർത്ഥമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നരച്ചിക്ക് കൊറോണ വന്നപ്പോൾ പറഞ്ഞു ലോക്ക്ഡൗൺ ആണ്, പള്ളിയിലെ ഉസ്താദന്മാര് മാത്രം നിസ്കരിച്ചാൽ മതി, ബാക്കി എല്ലാവരും വീട്ടിൽ നിസ്കരിക്കാൻ. ഓ, കരച്ചലോടെ കരച്ചല് അല്ലേ? പാങ്ക് വിളിക്കുന്ന മുമ്പരെ കരയുന്നു. ആദ്യമായിട്ട് എൻ്റെ ഒരു ജുമാ മുടങ്ങി. എന്തൊരു സങ്കടം. പഠിച്ചവനെ ഒളിച്ചും പാത്ത് നിസ്കാരം തുടങ്ങി. പോലീസ് പൊക്കി. ഒളിച്ചും പാത്ത് നിസ്കരിക്കാൻ തുടങ്ങി. അവസാനം പോലീസ് പിടിച്ചു, കേസെടുത്തു. അവസാനം കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, 10 പേർക്ക് നിസ്കരിക്കാം, 40 പേർക്ക് നിസ്കരിക്കാം. ഇമാമ നോക്കി നിൽക്കുക, 40 പേരെ കാണുന്നില്ല. ഈ കരഞ്ഞവരെ ഒന്നും കണ്ടില്ല. പള്ളി നിസ്കരിക്കാൻ ആളില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിയ പള്ളി ആളുണ്ടോ? ഇവിടെ ലോകത്ത് ഇന്ന് കൊറോണ ആകെ താമസിക്കുന്നത് പള്ളിക്കകത്താ, വേറെ ഒരിടത്തും ഇല്ല. ഇപ്പോഴും സാമൂഹിക അകല പള്ളിക്കകത്ത് അകന്നകന്നാ നിൽക്കുന്നത്. വേറെ എവിടെ പോയാൽ ഈ അകലം കാണാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടി. പിന്നെ ഒന്നോർത്താ ഒരു ഖൈറുണ്ട്.
ഞാൻ ചിന്തിക്കുന്നത്, ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് കേട്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ വാതിലിൽ ഒരു മലക്ക് വന്ന് നിൽക്കും. നേരത്തെ ജുമായ്ക്ക് വരുന്നവരുടെ പേരെഴുതാൻ, ഇല്ലേ? ഒട്ടകത്തിൻ്റെ പ്രതിഫലം, കാളയെ പശുവിൻ്റെ പ്രതിഫലം, അവസാനം മുട്ടയുടെ പ്രതിഫലം വരെ എഴുതി വെക്കാൻ ഇങ്ങനെ മലക്കുകൾ നിൽക്കുന്ന. പക്ഷേ ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഉപകാരം ഉണ്ടായി. പള്ളിയുടെ പ്രസിഡന്റ് ബുക്കുമായിട്ട് വാതിലിൽ നിൽക്കുക. എന്താ പേര്? അബൂബക്കർ. ഫോൺ നമ്പർ തന്നെ പണി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എന്തായാലും പള്ളി കമ്മിറ്റിക്ക് അങ്ങനെ ഒരു പണി അള്ളാഹു കൊടുത്തു. അള്ളാഹു അവർക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളെ ഇരുത്തി പറഞ്ഞല്ല കേട്ടോ, നിങ്ങൾ പേടിക്കരുത്. നിങ്ങളെക്കുറിച്ച് നല്ലത്, അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ ഒരു പള്ളിയിലൊക്കെ അങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഒരു പള്ളി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അത്രയും സൂക്ഷ്മതയുള്ളവർക്ക് മാത്രമേ. ഇന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, പല പള്ളികളിലും പ്രസിഡന്റും സെക്രട്ടറി ആകാൻ വേണ്ടിയോ ഇലക്ഷൻ നടത്തുന്ന കാലം, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന പോലെ നടക്കണേ. പൈസ കൊടുക്കണില്ല വോട്ടിന് വേണ്ടി പള്ളിയിൽ പ്രസിഡന്റ് ആകാൻ. ഏത് പള്ളിയിലെ പ്രസിഡന്റിനാ അപ്പം ശമ്പളമുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എങ്കിലും മനസ്സിലാക്കേണ്ട അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിക്കണം പള്ളി കമ്മിറ്റിക്കാർ. പള്ളിയിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കമ്മിറ്റിക്കാർ മുഴുവനും ആദ്യം പഠിക്കേണ്ടത് ഉമർ തങ്ങളുടെ ചരിത്രമാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ കുടുംബക്കാരൻ കാണാൻ വന്നു. ഉമർ തങ്ങൾ വൈകുന്നേരം തന്റെ ഓഫീസിനകത്തിരിക്കുമ്പോൾ കുടുംബക്കാരൻ കാണാൻ വന്നു. ഉമർ തങ്ങൾ വിളക്കണച്ചു. റൂമിനകത്ത് മൊത്തം ഇരുട്ട്. ഈ ചങ്ങാതി അവൻ ചോദിച്ചു, എന്തിനാ ഉമറ നീ വിളക്കണച്ച് കളഞ്ഞ്? നീ എന്തിനാ വിളക്കണച്ച്? ഇരുട്ടായില്ലേ? അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ബൈത്തുൽ മാലിന്റെ പൈസ കൊടുത്തു വാങ്ങിച്ച എണ്ണയാ. ഇത് പൊതു ഖജനാവിലേക്കുള്ളതാ. ഇത് ജനങ്ങളുടേതാ. നമ്മൾ കുടുംബകാര്യം പറയുമ്പോൾ ഇത് കത്തിച്ച് വെച്ചാൽ അള്ളാന്റെ അടുത്ത് ഞാൻ കണക്ക് പറയണമെന്ന്. ഉദാഹരണം പറഞ്ഞ, പള്ളി പ്രസിഡന്റ് കമ്മിറ്റി ഓഫീസിൽ പള്ളിയുടെ കാര്യം കൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം വിളിക്കാൻ കുടുംബക്കാരൻ വന്നേ. ഉടനെ ഫാൻ ഓഫാക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളെ പേടിപ്പിച്ചതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അമാനത്തിന്റെ വിഷയം എന്തെന്നറിയോ? പള്ളിയുടെ മുന്നിൽ കിടക്കണ ചെരുപ്പിന്റെ, പള്ളിയുടെ മൂത്രപ്പരയുടെ മുന്നിൽ കിടക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക. എന്തിന്? അടിച്ചുകൊണ്ട് പോകാതിരിക്കുക. അല്ലാതെ പള്ളിയുടെ മൂത്രപ്പരയിൽ കിടക്കണ ചെരുപ്പ് പള്ളിയുടെ അല്ലാന്ന് അറിയാത്ത ഏതെങ്കിലും പൊട്ടനുണ്ടോ? അത് മൂക്ക് വെട്ടിയിട്ടിരിക്കണ എന്ത്? അതും അടിച്ചുകൊണ്ട് പോകും. പള്ളിയിലെ ബാത്റൂമിൽ കിടക്കണ കപ്പ് വരെ കയറി കെട്ടിയിട്ടിരിക്കുക. അത് തൊടലി കെട്ടാൻ പറ്റുമെങ്കിൽ അതിലും കെട്ടും. താഴെ വീഴാതിരിക്കാനല്ല. അതാ നമ്മൾ അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. അല്ലാഹുവേ, ഹജ്ജും ഉംറയും ചെയ്ത വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് തൗബയും ചെയ്തിട്ട് ഇറങ്ങിയിട്ട് കാലി കെട്ടണ ചെരുപ്പിട്ടുകൊണ്ട് പോണ മഹാന്മാരാ നമ്മൾ. അലച്ചിക്കെ ഹജ്ജ് ഉംറയുടെ പതി വെള്ളിയാഴ്ച അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഇത് വലിയ പ്രതിഫലം. അപ്പൊ ജുമാഇ നിസ്കരിച്ച് ഉസ്താദിന്റെ തൗബയും കേട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് ആദ്യം ഇറങ്ങിയിട്ട് കാലി കിട്ടണ നോക്കിയിട്ടിട്ട് പോണ ആൾക്കാർ. ഇതാ നമ്മുടെ അമാനത്ത്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ചിലരൊക്കെ ഈ കമ്മിറ്റിക്കാരെടുത്ത് പണ്ടുള്ള ആൾക്കാരോട് പറയും, വാപ്പ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആവ്. എനിക്ക് വയ്യ മോനെ, എനിക്ക് വയ്യ. കാരണം എന്താ? പേടി. തീക്കട്ടയുടെ മുകളിൽ ഇരിക്കണ പോലെ. ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടുള്ള കാരണവന്മാര് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ ചെരുപ്പിങ്ങനെ ഗേറ്റിൽ തട്ടും. കാലിയിട്ടിരിക്കണ ചെരുപ്പ് പള്ളിയുടെ ഗേറ്റിൽ ഇങ്ങനെ തട്ടും. എന്തിനാണെന്നറിയാവോ? പള്ളിയിലെ ചെരുപ്പിനടി പറ്റിയിട്ടുണ്ട്. അതെടുത്ത് വെളിയിലിട്ട് അള്ളാഹിനോട് കണക്ക് പറയണമെന്ന് പേടിച്ചിട്ട്. ഇവിടെ വഞ്ചിപ്പെട്ടിക്കാത്ത കൈയിടുമ്പോൾ പോലും പേടിയില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പൊതുകാര്യം പറഞ്ഞതാ, നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്, പള്ളി പരിപാലനം നടത്തുന്നവർ ആദ്യം പഠിക്കേണ്ടത് ഇന്നമായ ഉമുറു മസാജിദല്ലാ മൻ ആമന ബില്ലാ വൽ യൗമിൽ ആഖിർ. ഇതിനേക്കാളും വലിയൊരു ഉപദേശമില്ല. അള്ളാഹ് പറഞ്ഞതെന്തെന്നറിയോ? പള്ളി പരിപാലിക്കുന്നവർ അറിയണ്ട. പള്ളി പരിപാലനമൊക്കെ മാറി, ഇപ്പൊ ഭരണമായി. ഇപ്പൊ പള്ളി ഭരണമെന്നാ പറയാ, പരിപാലന. സത്യത്തിൽ ഞാൻ അങ്ങനെ പറയാറുള്ളൂ. പള്ളിയുടെ പരിപാലനം നടത്തുന്നവരോട് അള്ളാഹ് പറഞ്ഞത് ഇന്നമായ ഉമുറു മസാജിദല്ലാ. ആരാ എൻ്റെ പള്ളി പരിപാലിക്കേണ്ടവരെന്നറിയുമോ? മൻ ആമന ബില്ല. എന്നെ കൊണ്ട് വിശ്വസിക്കണം, അവരെന്നെ കൊണ്ട് വിശ്വാസമുള്ളവരാകണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞതെന്നറിയുമോ? വൽ യൗമിൽ ആഖിർ. അന്ത്യദിനം ഉണ്ടെന്നും വിശ്വസിക്കണം. നിസ്കരിക്കണമെന്നല്ല പറഞ്ഞേ, എടാ ഞാനുണ്ടെന്ന് വിശ്വസിക്കണം. അതുപോലെ നാളെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണ ഒരു ദിവസം ഉണ്ടെന്നും കൂടെ നീ വിശ്വസിക്കണം. കാരണം നീ പരിപാലിക്കാൻ പോകുന്നത് എൻ്റെ വീട്. നേരെ ചൊവ്വ പരിപാലിച്ചില്ലെങ്കിൽ നീ പഠിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടുത്തെ ഹാദിമീങ്ങൾ, പള്ളിയിലെ ജമാഅത്തിന്റെ പരിപാലന സമിതി, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അവരെ പെടുത്തുമാറാകട്ടെ. ഞാൻ എന്താ പറഞ്ഞു വന്നേ? നിങ്ങൾ വെടികൊണ്ടതുപോലെ ഇരിക്കട്ടെ. ഞാൻ എന്താ പറഞ്ഞു വന്നേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം.
അപ്പൊ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്ന പള്ളി കരയും. പള്ളി കരഞ്ഞ കൊറോണ അല്ല, അതിനപ്പുറം ഉള്ളതും വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. 2, എല്ലാവരും പറയുന്നല്ലോ വീടിനകത്ത് സമാധാനമില്ല എന്ന്. പെണ്ണുങ്ങളൊക്കെ പറയും ഉസ്താദെ വീടിൻ്റെ അകത്ത് സമാധാനമില്ല. അതിൻ്റെ കാരണം കന്നിമൂലയല്ല. നിന്റെ വീടിൻ്റെ അകത്ത് സമാധാനമില്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം പണ്ടങ്ങാണ്ട് ഒരു ഖുർആൻ എടുത്ത് അലമാരിക്കകത്ത് വെച്ചിട്ടില്ലേ ആമിന? നീ ഇന്ന് വരെ തുറന്നു നോക്കിയിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും തുറന്ന് ഓതാതെ വന്ന ആ ഖുർആൻ അവിടെ ഇരുന്ന് കരയും. ആ ഖുർആൻ ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ കൊണ്ടുവന്ന ഉസ്താദെ, ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്നതാ. അലമാരിക്കകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, തുറക്കൂല നീയൊന്നും. ഖുർആൻ ഓതുന്നവനെടുക്കൂല. ഏത് പെണ്ണാ ഖുർആൻ എടുത്തു വെച്ച് ഓതുന്നത്? മൊബൈലിൽ നോക്കി ഓതുവന്നാലും. എന്നാൽ അള്ളാഹുടെ ഖുർആൻ നിന്റെ കൈ കൊണ്ട് തൊടൂല. ആ ഖുർആൻ നിന്റെ വീടിന്റെ അലമാരിക്കകത്തിരുന്ന് കരയാമിന. പിന്നെ എങ്ങനെ നിന്റെ വീടിനകത്ത് ബർക്കത്തുണ്ടാകും? അള്ളാന്റെ ഖുർആനിന്റെ കണ്ണുനീര് വീണ വീട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാ ഖുർആൻ, അതാണ് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ തൃപ്തി നീ നേടണേ, അതിന് നീ സദഖ കൊടുക്കണേ. രണ്ടാമതായിട്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നീ നേടണം. അതിനുള്ള വഴി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. മൂന്നാമതായിട്ട് ഞാൻ അവിടെ നിന്ന് വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മൂന്നാമത്തെ തൃപ്തി ആരുടെ തൃപ്തി എന്നറിയുവോ? നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാപിതാക്കളുണ്ടല്ലോ, പടച്ചവനെ നിന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ മാതാപിതാക്കളുടെ തൃപ്തി നീ നേടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, പടച്ചവനെ ഒരു കച്ചവടം തുടങ്ങുമ്പോ, ഒരു വീട് പണി തുടങ്ങുമ്പോ ആദ്യം പോയിട്ട് ഉപ്പാനോട് പറയണം, പടച്ചവനെ ആ മനുഷ്യനല്ലേ നിനക്ക് ജന്മം നൽകിയത്, നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, പടച്ചവനെ മകന്നതാ നാട്ടിലൊരു കട തുടങ്ങി, ഉമ്മ അറിഞ്ഞിട്ടില്ല സഹോദരാ. അവസാനം വീടിന്റെ അകത്ത് സമാധാനമില്ലാതെ ഉറക്കമില്ലാതെ പൊന്നുമകന് വീടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുമ്പോ ഉറക്കമുടിഞ്ഞിരിക്കുന്ന മകന്റെ ചാരത്ത് വന്നിട്ട് ഉമ്മ ചോദിക്കുന്നു, എന്തേ മോനെ ഉറങ്ങാത്തത്? ഉമ്മ സർവ്വതും പോയുമ്മ, സർവ്വതും പോയുമ്മ. അപ്പോഴും ആ പാവപ്പെട്ട ഉമ്മ പറയുന്നത്, പടച്ചറബ് നിന്നെ കൈവിടില്ല മോരെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിന്റെ മാതാപിതാക്കളുടെ തൃപ്തി നീ നേടണേ. അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് വേണം നീ വീടിന്റെ കുറ്റിയടിക്കാൻ പോകാൻ. നീ പുതിയ കട തുടങ്ങാൻ പോകുമ്പോ നിന്റെ വാപ്പയോടും ഉമ്മയോടും പറയണേ, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ. അവരുടെ ദുആയെക്കാളും വേറെ വലുതൊന്നുമില്ല സഹോദരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കു പൊന്നുമോനെ, മാതാപിതാക്കളുടെ ദുആ ഇല്ലാതെ രക്ഷയില്ലടാ പൊന്നുമോനെ. അവരല്ലേ നിന്റെ സ്വർഗവും നരകവും, അവരുടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചില കച്ചവടക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്ന എത്രയോ സമ്പന്നന്മാരുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവരുണ്ട്. പടച്ചറപ്പേ, അവരുടെ ബലം നമ്മൾ അറിയേണ്ടത് എന്തെന്നറിയുമോ? പടച്ചവനെ അതാ കച്ചവടം കഴിഞ്ഞ് വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആദ്യം കടന്നു ചെല്ലുന്നത് ഭാര്യയുടെ മുന്നിലല്ല, മക്കളുടെ മുന്നിലല്ല. കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്നവർ പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്ത് ചെല്ലുകയാണ്. ഉമ്മാന്റെ ചാരത്ത് ചെന്നിട്ട് പറയും, അന്നുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉമ്മയുടെ കയ്യിൽ താക്കോല് കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ട്. രാവിലെ കച്ചവടത്തിന് ഇറങ്ങി പോകുമ്പോ ഉമ്മയോട് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ചില മക്കളുണ്ട് സഹോദരാ, അങ്ങനെ ചില മക്കളുണ്ട് സഹോദരാ. പടച്ചവനെ, മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അങ്ങനെയുള്ള ഒരു മകനായിരുന്നു. എവിടെ പോയാലും ഉമ്മയോട് പറയാതെ പോകാറില്ല.
എവിടെ പോയാലും ഉമ്മയോട് പറയാതെ പോകാറില്ല. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല ഒരിക്കൽ തന്റെ മാതാവിനോട് പറഞ്ഞു, ഉമ്മ, ഞാൻ അവിടെ നിന്നൊരു യാത്ര പോവുകയാണ്. തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്താണ് വേണ്ടത്? അവസാനം ഉമ്മ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. എന്തു വേണം ഉമ്മ? തന്റെ പൊന്നാര മകൻ ഉമ്മയോട് സ്നേഹത്തോടെ ചോദിച്ചപ്പോ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് മാതാവ് പറഞ്ഞത് എന്തെന്നറിയോ? നീ തിരിച്ചു വരുമ്പോ സ്വർഗ്ഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരടേ. ഒരു പിടി മണ്ണ് വായിട്ട് വേണം വരാർ. സുബ്ഹാനല്ലാഹ്. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറഞ്ഞു, ഉമ്മ, സ്വർഗ്ഗത്തിലെ മണ്ണാണോ വേണ്ടത്? ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മയതിനെ കാത്തിരിക്കണ്ട. ഉമ്മയുടെ കാലിന്റെ മുമ്പിലിരുന്നു. എന്നിട്ട് പറഞ്ഞ് കാലുയർത്തുമ്മ. തന്റെ പ്രിയപ്പെട്ട മാതാവ് കാലുയർത്തുമ്പോ ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഉമ്മ, ഇതാ ഉമ്മ സ്വർഗ്ഗത്തിലെ മണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വർഗ്ഗം കാൽച്ചുവട്ടിൽ കൊണ്ട് നടക്കുന്ന ഒരു മാതാവ് നിന്റെ വീടിനകത്തില്ലേ? ആ ഉമ്മയുടെ ദുആയെക്കാളും ലോകത്ത് വെറുതെ വേറെയൊന്നുമില്ലല്ലോ. ആ ഉമ്മ ദുആ ചെയ്തിട്ടല്ലേ കണ്ണിന് കാഴ്ചയില്ലാത്ത മകൻ അല്ലാഹു കണ്ണിന്റെ കാഴ്ച കൊടുത്തത്. ഒരുപാട് ചരിത്രമറിയുമല്ലോ. എന്നെ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മാതാപിതാക്കളോട് മറച്ചു വെക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയോടെല്ലാം പറഞ്ഞു കൊടുക്കും. ആദ്യം പോയിട്ട് ഭാര്യയോട് പറഞ്ഞു കൊടുക്കും. ഉമ്മയോട് പറയാത്ത മക്കളുണ്ടല്ലോ. ഒരിക്കലും നീ അങ്ങനെ ആകരുത്. നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അതിന് നിനക്ക് ഞാനൊരു ചരിത്രം പറയാ. എന്ത് കാര്യമുണ്ടെങ്കിലും ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നവര്, ഉമ്മയെക്കാൾ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭർത്താക്കന്മാര്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. സാധാരണ ഒരു സ്വഹാബിയല്ല. അൽഖമ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ സ്വഹാബത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന അൽഖമയുടെ ചാരത്ത് നിന്നിട്ട് ഞങ്ങൾ ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമയുടെ നാവ് പൊങ്ങുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ. ശഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങാതെ വരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബികൾ അവിടുന്ന് പറയുമ്പോ റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബാ, അൽഖമ 5 നേരവും നിസ്കരിക്കുന്ന സ്വഹാബിയായിരുന്നോ? അൽഖമ 5 നേരവും നിസ്കരിക്കുമോ? സ്വഹാബികൾ പറഞ്ഞു, നിസ്കരിക്കും നബിയേ. ഒരു വഖത്ത് പോലും കളയാക്കാത്ത സഹാബിയാ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. പ്രവാചകൻ പറഞ്ഞു, വിളിച്ചു കൊണ്ടുവരാറ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിനെ വിളിച്ചു കൊണ്ടുവരാറ്. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് മാതാവ് കടന്നു വരികയാ. ഉമ്മ എവിടെന്ന് ചോദിക്കുകയാണ്. ഉമ്മയോട് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഉമ്മ, അൽഖമയുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളുടെ പൊന്നുമകനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? ആ സമയത്ത് ഉമ്മ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്,
എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാ നബിയേ, എന്നോടവന് വല്ലാത്ത സ്നേഹമാ നബിയേ. ഞാൻ അവന് വേണ്ടി ജീവിച്ചതാ, ഞാൻ അവന് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെച്ചതാ. എനിക്ക് അവനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു, അവനും എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ യാ റസൂലല്ലാ, പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അൽക്കമയുടെ സ്വഭാവം മാറി നബിയേ. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ ഭാര്യയോടാ. എന്നോടുള്ള സ്നേഹത്തിനേക്കാൾ അവന്റെ ഉമ്മയോടവൻ, അവന്റെ ഭാര്യയോടവന് വല്ലാത്ത സ്നേഹമാ. അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോടാണ്, പിന്നെയോ എന്നോട് പറയാറുള്ളൂ, രണ്ടാമതേ എന്റെ അടുക്കൽ പറയാറുള്ളൂ. അവൻ എന്നെയല്ലേ സ്നേഹിക്കേണ്ടത്, ഞാൻ അവന് വേണ്ടിയല്ലേ എന്റെ ജീവിതം മാറ്റിവെച്ചത്. യാ റസൂലല്ലാഹ്, എന്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട് നബിയേ. എന്തേ സഹോദരാ, എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോടാണ്, രണ്ടാമതേ ഉമ്മയോട് പറയാറുള്ളൂ. ഉമ്മയുടെ മനസ്സ് വേദനിച്ചു, ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. അൽക്കമ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ശഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങുന്നില്ല. എന്തേ തെറ്റ്? അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, നബിയേ, അവൻ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ആദ്യം പെണ്ണുമ്പോൾ എടുത്ത് പറയും, പിന്നെ എന്നോട് പറയത്തുള്ളൂ. ഞാനവൻ്റെ ഉമ്മയല്ലേ, എന്നെക്കാളും സ്നേഹം അവൻ്റെ ഭാര്യയോടാ. എൻ്റെ മനസ്സ് വേദനിച്ചു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സക്കറാത്തിന്റെ അവസ്ഥയിൽ ആ ഉമ്മ ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങണില്ല. നിങ്ങൾ പൊരുത്തപ്പെടു. ഞാൻ പൊരുത്തപ്പെടൂല നബിയെ, ഞാൻ പൊരുത്തപ്പെടൂല നബിയെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അവസാനം ആ ഉമ്മയുടെ പൊരുത്തം കിട്ടിയതിന് ശേഷമാ അൽക്കമ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.